നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൂണിലും തുരുമ്പിലും എന്തിന് കുടിക്കുന്ന വെള്ളത്തിൽ പോലും പുരോഗമനം കാണുന്ന CPM-ലെ ജാതിക്കളി അടപടലം പുറത്തായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായം BJP-ക്കൊപ്പം പോയതിന് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ വാളോങ്ങി. സംഗതി പിടിച്ചാൽ കിട്ടില്ലെന്ന് ഉറപ്പായതോടെ പുതിയ ഫോർമുലയുമായി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ അനുനയിപ്പിക്കാനായി മന്ത്രി വാസവന് ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടി നൽകി. മുൻ മന്ത്രി K രാധാകൃഷ്ണന് പകരം മാനന്തവാടി MLA കേളുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചെങ്കിലും കുറിച്യ സമുദായക്കാരനായ അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മാത്രമാണ് നൽകിയത്. ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പുകൾ നൽകിയില്ല. 2016 മുതൽ MLA-യും 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ പഞ്ചായത്ത് അംഗവുമായിരുന്ന വ്യക്തിയാണ് കേളു. ആള് ചില്ലറക്കാരനല്ലെന്ന് വ്യക്തം. സംവരണമില്ലാത്തപ്പോൾ പോലും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. എന്നിട്ടും സുപ്രധാന വകുപ്പുകൾ നൽകിയില്ല. ആദ്യമായാണ് ഒരു പട്ടികവർഗ വിഭാഗക്കാരൻ ഇടതു മന്ത്രിയാകുന്നതെന്ന് വലിയ അഭിമാനത്തോടെയാണ് CPM പറയുന്നത്. എന്നാൽ അവരുടെ കൂടി വോട്ട് വാങ്ങിയാണ് ഇവർ അധികാരത്തിലേറുന്നത്. എന്നിട്ട് കൊല്ലം 70 കഴിഞ്ഞ് ഒരു മന്ത്രിസ്ഥാനം നൽകാൻ. 2011 UDF സർക്കാരിൽ PK ജയലക്ഷ്മി മന്ത്രി ആയിരുന്നു. അവരെ തോൽപ്പിച്ചാണ് കേളു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയത്. മുത്തങ്ങ വെടിവയ്പ്പിന് ശേഷമാണ് CPM ആദിവാസികൾക്കായി ഒരു സംഘടനയുണ്ടാക്കിയത്. അക്കാലം അത്രയും CPM അവരെ അധികാരത്തോട് ചേർത്ത് നിർത്താൻ തയ്യാറായില്ല. വാസവന് ദേവസ്വം നൽകിയതിലൂടെ NSS-ഉമായി അടുക്കാൻ യാതൊരു താല്പര്യവുമില്ലെന്ന് വ്യക്തമാക്കുക കൂടിയാണ് CPM ചെയ്തിരിക്കുന്നത്. ഈഴവ സമുദായത്തെ കൂടെ നിർത്താതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന ഉത്തമ ബോധ്യം CPM-നുണ്ട്. മാത്രമല്ല, പിണറായി വിജയനെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും വെള്ളാപ്പള്ളി അതിന് തയ്യാറായില്ല. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നും എന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിക്കാൻ പലരും കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ന്യൂനപക്ഷ പ്രീണനം തുടരുന്നത് ആപത്താണെന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരാരും ഇത്തവണ കൂടെ നിൽക്കാഞ്ഞത് വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനാണ് ശ്രമം. അതിനോടനുബന്ധിച്ചാണ് കേളുവിനെ മന്ത്രിയാക്കിയതും വാസവന് ദേവസ്വം നൽകിയതും. എന്നാൽ ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന ആശങ്കയാണുള്ളത്. പുരോഗമനം പറയുമ്പോഴും എല്ലാറ്റിലും ജാതി നോക്കുന്ന CPM നിലപാട് പണ്ടും വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട്. ജാതി വ്യവസ്ഥയെ എതിർക്കുകയും പുരോഗമനം പറയുകയും ചെയ്യുന്ന പാർട്ടിയിലെ പല പ്രാദേശിക നേതാക്കളും ഇപ്പോഴും അതിന് പുറത്തു വരാൻ തയ്യാറായിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരുന്നത് BJP-യുടെ സവർണ മനോഭാവം കൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. അങ്ങനെയെങ്കിൽ കേളുവിന് എന്തുകൊണ്ട് ദേവസ്വം വകുപ്പ് നൽകിയില്ലെന്ന മറുചോദ്യം ശക്തമാണ്. അതിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയോ CPM-ഓ തയ്യാറായിട്ടില്ല. പകരം കേളുവിനെ കൊണ്ട് തനിക്ക് ദേവസ്വം കിട്ടിയാലും സ്വീകരിക്കില്ലായിരുന്നു എന്ന് പറയിപ്പിക്കുകയായിരുന്നെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. ജാതി സെൻസസിന്റെ കാര്യത്തിലും ഇതേ ഇരട്ടത്താപ്പാണ് CPM സ്വീകരിക്കുന്നത്. സെൻസസ് നടത്തണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടും കേന്ദ്ര സർക്കാർ സെൻസസ് നടത്തട്ടെ എന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. മുസ്ലിം സമുദായവും ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും CPM വഴങ്ങിയില്ല. അതോടെയാണ് ഇവരെല്ലാം CPM-ൽ നിന്ന് അകന്നത്. ജാതി വ്യവസ്ഥ കൊടികുത്തി വാഴുന്നെന്ന് CPM അവകാശപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ, അതായത് അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി ഇത്തവണ ജനറൽ സീറ്റിൽ ദളിത് വിഭാഗക്കാരനെ മത്സരിപ്പിച്ചാണ് വിജയിപ്പിച്ചത്. വലിയ പുരോഗമനം പറയുന്ന CPM-ന് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനസംഖ്യാനുപാതമായി ജനപ്രതിനിധികളെയും മറ്റ് സ്ഥാനമാനങ്ങളും നൽകണം. CPM രൂപീകരിച്ച് അരനൂറ്റാണ്ട് അടുത്തപ്പോഴാണ് പൊളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിതനെ എടുത്തത്. അംബേദ്കർ പറഞ്ഞതുപോലെ PB ബ്രാഹ്മിൺ ബോയ്സിന്റെ കൂട്ടമായിരുന്നു. അടുത്ത കാലത്താണ് അതിന് മാറ്റം വന്നത്. ഇത്തരത്തിൽ ജാതിമത ഭേദങ്ങളെല്ലാം വെച്ച് പുലർത്തുന്ന പാർട്ടിയാണ് CPM എന്നാണ് ആക്ഷേപം. വർഗസമരത്തിന് പകരം ജാതി എന്ന സാമൂഹ്യ വ്യവസ്ഥ തിരിച്ചറിഞ്ഞ് സാമൂഹ്യ നീതി നടപ്പിലാക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ അതും കമ്മ്യൂണിസമാണ്. അത് ചെയ്യാതെ വോട്ട് ബാങ്കുള്ള മതവിഭാഗക്കാരെയും ജാതികളെയും കൂടെ നിർത്തുകയും ജനസംഖ്യയിൽ കുറവുള്ള സവർണർക്ക് പാർട്ടിയിലും സർക്കാരിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇരട്ടി പ്രാധാന്യം നൽകുന്നതും സാമൂഹ്യ നീതിയല്ല. അത് പഴയ ഫ്യൂഡൽ വ്യവസ്ഥയുടെ പുതിയ പതിപ്പാണ്. അതാണ് കൊല്ലങ്ങളായി CPM-ഉം കോൺഗ്രസും കേരളത്തിൽ പിന്തുടരുന്നത്. സംശയമുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടികളും മന്ത്രിയാക്കിയവരുടെ ജാതി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. അതിന് മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.